ഹലോ വയസ്സിലായിരിക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ബിഗ് ബോസിൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഓർത്താണ്. എല്ലാ ദിവസവും ഈ 7th സീസൺ തുടങ്ങുമ്പോഴത്തേക്കും ഫസ്റ്റ് എപ്പിസോഡ് മുതൽ എല്ലാ വീഡിയോയും ചെയ്യണം എന്ന് ഓർത്താണ്. പക്ഷേ ടൈം കിട്ടിയില്ല. അവർക്ക് ഉള്ളതുകൊണ്ടിട്ട് ഭയങ്കര ലേറ്റായിട്ടാണ് വർക്ക് കഴിഞ്ഞത്. അപ്പോൾ ഞാൻ ഓർത്തു ഫസ്റ്റത്തെ വീക്ക് ഇപ്പോൾ എന്തായാലും ഇങ്ങനെ പോട്ടെ, ചിലപ്പോൾ ഇങ്ങനെ തന്നെ പോകത്തുള്ളൂ. കാരണം നല്ലപോലെ വേറെ വർക്കുകളുള്ളതുകൊണ്ടിട്ട് 9 to 5 ജോബ് ഉള്ളതുകൊണ്ടിട്ട് പറ്റുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ വർക്കുകളൊക്കെ ഉണ്ട്, വേറെ കുറച്ച് കാര്യങ്ങളും ഉള്ളതുകൊണ്ട് സമയം കിട്ടിയില്ല. അപ്പോൾ ജസ്റ്റ് വീക്ക്ലി അപ്ഡേറ്റ്സ് ഇടാം, അല്ലെങ്കിൽ വീക്ക്ലി ഒരു അനാലിസിസ് ഇടാം ബിഗ് ബോസിനെ പറ്റിയിട്ട് എന്നുള്ള സംഭവമാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യാൻ ടൈം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇത് നോക്കാണ്ട് ഇപ്പോൾ വെച്ചാൽ നമ്മളുടെ ബിഗ് ബോസിൽ ഇപ്പോൾ ഈ ഫസ്റ്റ് വീക്കിലുള്ള ഈ ഒരു കണ്ടസ്റ്റൻസ് ഇപ്പോൾ ചിലപ്പോൾ കുറേ ആൾക്കാർ ചിലപ്പോൾ നാളത്തെ ഈ ഒരു എലിമിനേഷനോട് പോവാം. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു അനാലിസിസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ഒരാളാണ് ശൈത്യ സന്തോഷി. അപ്പോൾ ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, കാരണം കാണുന്ന ആൾക്കാർക്ക് ഞാൻ പേര് പറയുമ്പോഴത്തേക്ക് അറിയാണ്ടി പറ്റും ഇതാരാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരത്തി മറ്റേ നമ്മളുടെ ഈ ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസ് വന്നപ്പോഴത്തേക്ക് അതിലൊക്കെ പുള്ളിക്കാരത്തി ഓരോ ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ആക്റ്റീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതിനുശേഷം വേറെ ഒരു ഏതൊരു ചാനലിൽ പാരൻസിനായിട്ട് ഈ കുട്ടിയുടെ അമ്മയായിട്ടുള്ള പ്രോഗ്രാമിലൊക്കെ ഉള്ള വീഡിയോസൊക്കെ നല്ലപോലെ വൈറലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ആക്റ്റീവായിട്ടുള്ളൊരു ആളായിട്ട് തോന്നി. പക്ഷേ ബിഗ് ബോസിൽ വന്നിട്ട് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ആ ഒരു ഹോം സിക്നെസ് കൊണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ അച്ഛനും അമ്മനെയും വിട്ട് മാറി നിന്നിട്ടുകൊണ്ടിട്ടായിരിക്കാം അത്ര ഒരു ആക്റ്റീവ്നെസ് ആയിട്ടുള്ളൊരിത് തോന്നിയില്ല ഇതേവരെ ഈ ഒരു ഫസ്റ്റ് വീക്കിൽ. പിന്നെ എന്താണ് രാത്രിയിൽ പുറത്ത് കിടന്ന് കിടക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ എനിക്ക്. അപ്പോൾ ഉറങ്ങാൻ പറ്റുന്നില്ല, അതിൻ്റെയൊക്കെ ഒരു അവസ്ഥയോട്ട് അത്ര ഒരു ആക്റ്റീവായിട്ട് കാണുന്നില്ല. പിന്നെ പുള്ളിക്കാരത്തി പൊതുവേ എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്കും അതിൽ കയറി സോൾവ് ആക്കാനോ അല്ലെങ്കിൽ പുള്ളിക്കാരത്തായിട്ടുള്ളൊരു നിലപാട് പറയാനായിട്ടോ ഉള്ള സംഭവങ്ങൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ആരെങ്കിലോടും ഒരു കാര്യം ഉറച്ച നിലപാട് പറയുന്നവരെയൊന്നും കണ്ടിട്ടില്ല. ജസ്റ്റ് ഇതേവരെ ഒരു എന്താണ് ഒരു അഴിഞ്ഞ അല്ലെങ്കിൽ കുഴകുഴ സ്വഭാവം ഒരു സംഭവം ഇതാണ്. ഒരു സ്റ്റേണായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, ചിലപ്പോൾ ഫസ്റ്റ് വീക്ക് കഴിയുമ്പോഴത്തേക്ക് അത് മാറുമായിരിക്കും. കാരണം ഒട്ടുമിക്ക ആൾക്കാർക്കും പെട്ടെന്ന് നമ്മളുടെ കയ്യിൽ നിന്നുള്ള ഫോണൊക്കെ പോയി പിന്നെ ബിഗ് ബോസ് അവിടെ എന്താണ് എല്ലാവരും കുറേ ഡ്രസ്സൊക്കെ ഇടാതെ ഡ്രസ്സും മേക്കപ്പ് സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നത്. അപ്പോൾ ഓരോ ദിവസം ഓരോ ഡ്രസ്സ് ഇടാന്നൊക്കെ പറഞ്ഞിട്ട് 2-3 പെട്ടികളായിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ എല്ലാവർക്കും നല്ലപോലെ കാരണം അപ്പോൾ ഈ ഡ്രസ്സൊക്കെ കിട്ടാത്തതിൽ എല്ലാ ഒട്ടുമിക്ക ആ ഒരു ലേഡി കണ്ടസ്റ്റൻസ് നല്ല വിഷമമുണ്ട്. പിന്നെ അതിൽ കുറച്ച് ആണുങ്ങൾക്കും വിഷമമുണ്ട്, കാരണം അവരത്രയും സമയം കളഞ്ഞ് പർച്ചേസ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് കിട്ടാത്തതിൻ്റെ ആ ഒരു ഇതുണ്ട്. അത് എല്ലാ മിക്ക ആൾക്കാരുടെയും ഫേസിൽ കാണാം. അത് ചിലപ്പോൾ ഈ ഒരു ടാസ്കിലൂടെയൊക്കെ ചിലപ്പോൾ അവർക്ക് പിന്നീട് കിട്ടാം. അപ്പം ശൈത്യക്ക് ശരിക്കും പൊട്ടൻഷ്യൽ ഉള്ളതാണ്. ഒന്നും കൂടി പരിശ്രമിച്ച് ഒന്നും കൂടി ആക്റ്റീവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരത്തേക്ക് ഒന്നും കൂടി മുന്നിലേക്ക് വരാണ്ടി പറ്റും. കാരണം നമ്മൾ ഇതേപോലെ ഈ ശൈത്യം എന്ന് പറഞ്ഞാൽ ആ ഒരു പുള്ളിക്കാരത്തെ ഓൾറെഡി വക്കീലാണ്. അപ്പോൾ വക്കീലന്മാരാകുമ്പോഴത്തേക്കും അത്യാവശ്യം ഇങ്ങനെ സംസാരിക്കാനായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് കണ്ടേക്കുന്നത് കേട്ടോ. ഈ പുള്ളിക്കാരത്തിൽ നേരത്തെ ചെയ്ത സ്കിറ്റിലും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും ഭയങ്കര ആക്റ്റീവായിട്ടാണ് കണ്ടേക്കുന്നത്. ആ ഒരു ആക്റ്റീവ്നെസ് ഇവിടെ ബിഗ് ബോസിൻ്റെ അകത്ത് പതിയെ പതിയെ കുറഞ്ഞ പോലെ വന്ന് തോന്നുന്നുണ്ട്. ചിലപ്പോൾ അത് ഓക്കെ ആവുമായിരിക്കും. അടുത്താണ് നമ്മളുടെ അനീഷ് ടി എ. പുള്ളി ഒരു ഒരു ഭയങ്കര ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ആ ഒരു ബിഗ് ബോസിൽ കുറേ വഴക്കും ബഹളമൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഈ പുള്ളി അവിടെ വഴക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു അത്ര സീരിയസ് ആയിട്ട് തോന്നില്ല. നമുക്കത് ഭയങ്കര ഒരു ഫണ്ണി ആയിട്ടാണ് തോന്നുന്നത്. അത് പുള്ളിയെ കളിയാക്കണില്ല, കാരണം ചില ആളുകളുടെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട് രസമാണ്. അപ്പോൾ പുള്ളിയെന്ന് വെച്ചാൽ ഇങ്ങനെ കൊച്ചുകുട്ടികൾ പറയുന്ന പോലെ ഇപ്പോൾ ചെറിയ 1ാം ക്ലാസ് അല്ലെങ്കിൽ 2ാം ക്ലാസ്സിലേക്ക് കൊച്ചുകുട്ടികൾ ലീഡറാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകും. അവരൊരു പെർഫെക്ഷനിസ്റ്റ് ആയിട്ട് നിന്നിട്ട് മറ്റുള്ളവരുടെ കുറ്റം നോട്ട് ചെയ്തിട്ട് ടീച്ചർ വരുമ്പോഴത്തേക്കും പറഞ്ഞു കൊടുക്കും, മിസ്സേ അത് ഇങ്ങനെ ചെയ്തു ഇങ്ങനെ എന്നുള്ളത് പറഞ്ഞു കൊടുക്കും ടീച്ചറിൻ്റെ അടുത്ത്. അപ്പോൾ അതേപോലെയാണ് ഈ പുള്ളിക്കാരൻ ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞത്, ബിഗ് ബോസ് മറ്റേ ആളെ ഇങ്ങനെ ചെയ്തു ഇതിങ്ങനെ ചെയ്യാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. പിന്നെ എല്ലാവരുടെയും ഈ സംഭവങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നോട്ട് ചെയ്ത് നിൽക്കുക. പിന്നെ ചില ആൾക്കാരെ പുള്ളി മനഃപൂർവ്വം ഒരു മീഡിയ സ്പേസ് അല്ലെങ്കിൽ കോണ്ടന്റ് ആ ഒരു ക്രിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളി അങ്ങോട്ട് പോയിട്ട് കുറേ ഏണികൾ വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് അതൊന്നും ഏണികൾ കേട്ടോ. കാരണം അവിടെ ഞാൻ നോക്കിയിടത്തോളം ഒരാൾ പോലും അതിൻ്റെ അകത്ത് ആ ഒരു ബിഗ് ബോസിലെ ആ ഒരു ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒരാൾക്കും ഈ പുള്ളിന് ഇഷ്ടമല്ല. കാരണം പുള്ളി ഇങ്ങനെ ഒരാൾക്കറിയാൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് പുള്ളിയുടെ ഗെയിം ആയിരിക്കാം, പുള്ളിയുടെ ക്യാരക്ടറിൻ്റെ ഭാഗമായിരിക്കാം, അതും എന്തോ ആയിക്കോട്ടെ. ഞാനത് കാണുമ്പോഴത്തേക്കും ആസ്വദിക്കുന്നുണ്ട്. പുള്ളി ടോക്സിക് അല്ല, ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള സംഭവമല്ല, പക്ഷെ പുള്ളി ഇങ്ങനെ ഒരാൾക്കാരെ പോയി ചൊറിയുന്നുണ്ട്.
അപ്പം മറ്റേ രഞ്ജിത്ത് സാർ നേരത്തെ സീസണിൽ രഞ്ജിത്ത് എന്ന് പറഞ്ഞ പുള്ളി ഉണ്ടായില്ല, ആ പുള്ളി ചെയ്യുന്നത് പോലത്തുള്ള അതിനേക്കാളും കുറച്ചും കൂടി കൂടി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇയാളെ. അപ്പം പുള്ളി പോയിട്ട് എല്ലാവരും ഇതാക്കണ്ട്. ബാക്കി എല്ലാവരും മറ്റേ അപ്പാനി ശരത്തൊക്കെ പുള്ളിനെ ഭയങ്കരമായിട്ടും ചീത്തയൊക്കെ പറയുന്നുണ്ട്. പിന്നെ അനുമോള് ചീത്ത പറയുന്നുണ്ട്. അനുമോള് പല സ്ട്രാറ്റജി എടുത്ത് നോക്കി. ഈ ലാസ്റ്റ് ദിവസമായപ്പോഴത്തേക്കും എന്താണ് അനീഷിനെ പ്രപ്പോസ് ചെയ്യുന്ന രീതിയിലൊക്കെ ഇങ്ങനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ നോക്കി, അതിലൊക്കെ തളർത്താൻ വേണ്ടി നോക്കി. പക്ഷെ പുള്ളി തളരണില്ല. എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ ചീത്ത പറഞ്ഞിട്ടും പുള്ളി തളരണില്ല. പുള്ളി പറയാനുള്ളതെല്ലാം പറയുന്നുണ്ട്. അത് പറച്ചിലും ഒരു രസമാണ്. ഇങ്ങനെ വലിച്ച് നീട്ടി ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെയാണ് പുള്ളി പറയുന്നത്. അതിപ്പോൾ ബിഗ് ബോസിനോടായാലും പുള്ളി പറയുന്നത് അതേപോലെ തന്നെയാണ്. അല്ലെങ്കിൽ ഈ മോഹൻലാൽ വരുമ്പോഴത്തേക്കും വീക്കെൻഡ് വരുമ്പോഴത്തേക്കും പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട്. പിന്നെ എല്ലാവരോടും ഒരേപോലത്തെ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് പുള്ളി ചെയ്യണം. ഒരാളെ പ്രത്യേകമായിട്ട് കൺസിഡർ ചെയ്യണം. പുള്ളി ഒരാളോട് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാവരോടും. അതിൽ വേർതിരിവൊന്നും ഞാൻ ഇതിനെ കണ്ടിട്ടില്ല. അപ്പം ഇനി വരുമെന്ന് അറിയില്ല. ഇത് ജസ്റ്റ് ഫസ്റ്റത്തെ ഒരു വീക്കിലുള്ള ഒരു അനാലിസിസ് മാത്രമുണ്ട്. അപ്പോൾ ഇനി അടുത്തുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലാഭവൻ സരിക. അപ്പോൾ ഈ പുള്ളിക്കാരത്തെയും നമ്മളങ്ങനെ അധികം റിയൽ ലൈഫ് ഇത് കണ്ടിട്ടില്ല, ഇൻ്റർവ്യൂസ് ഒന്നും കണ്ടിട്ടില്ല. കൂടുതലും ഈ ഒരു ഫിലിമിൽ അല്ലെങ്കിൽ സീരിയലിലൊക്കെ വരുന്ന ചെറിയ ചെറിയ റോൾസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരത്തെ ഒരു ക്യാരക്ടർ ഇതുവരെ പിടികിട്ടിയിട്ടില്ല. പുള്ളിക്കാരത്തെ അവിടെ പ്രശ്നങ്ങളൊക്കെ ഇടപെടാറുണ്ട്. എന്തായാലും ആക്റ്റീവായിട്ട് ഇടപെടാറുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. ആ പുള്ളിക്കാരത്തിനെ കഴിഞ്ഞ ദിവസം മോഹൻലാൽ വന്ന ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ടായി, എന്നെക്കൊണ്ട് ഇവിടെ 1 വീക്ക് നിൽക്കാൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ അടുത്ത ആൾക്കാർ റിലേറ്റീവ്സൊക്കെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും 1 വീക്ക് ഇവിടെ പിടിച്ച് നിൽക്കണം എന്നുള്ള ഒരു ഇതായിരുന്നു എൻ്റെ ഇത്. കാരണം ചിലപ്പോൾ ഹോം സിക്നെസ് അല്ലെങ്കിൽ പുള്ളിക്കാരത്തെ ക്യാരക്ടറിൻ്റെയൊക്കെ ഭാഗങ്ങൾ കൊണ്ടിട്ടായിരിക്കും. അപ്പോൾ പുള്ളിക്കാരത്തി കൂടുതലും പ്രശ്നങ്ങളിൽ ഇടപെടുക അല്ലെങ്കിൽ ടാസ്കുകളിൽ കൂടുതൽ കയറി കളിക്കുക എന്നതിൽ ഉപരി പുള്ളിക്കാരത്തേക്ക് വേണമെങ്കിൽ ഈ ഒരു ഫസ്റ്റ് 1 വീക്ക് ഇവിടെ പിടിച്ച് നിൽക്കുക. ചിലപ്പോൾ ഹോം സിക്നെസ്സിന് ഉള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ചിലപ്പോൾ ഇതുപോലത്തുള്ള കാര്യങ്ങളായിരിക്കും. പിന്നെ പുള്ളിക്കാരുടേതായിട്ടുള്ള എന്താണ് ഈ ടാലൻറ്റും പിന്നെ അതുപോലെ ഈ പാട്ട് പാടുന്ന ഇടയ്ക്കൊക്കെ പാട്ടൊക്കെ പാടിയിട്ട് അവരെ എൻ്റർടൈൻ ചെയ്യാറുണ്ട്. അങ്ങനത്തെ നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ അവർക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ഹൗസിൽ ആ ഒരു ടാസ്കിൽ അവർക്ക് എന്താണ് അവിടുത്തെ കിച്ചൺ ഡ്യൂട്ടി ആണോ അല്ലെങ്കിൽ ക്ലീനിങ് ആണോ അതിലൊക്കെ എല്ലാവരെയും പോയി ഹെൽപ്പ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. എല്ലാവരുടെ സങ്കടം കേൾക്കുന്ന ഇതാണ്. പിന്നെ ഇങ്ങനെ ഭയങ്കര ഈ കുശുമ്പും പുന്നായ്മയും പറയുന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഒരാളെ പറ്റിയും ഇങ്ങനെ കുറ്റവും കുശുമ്പും പറഞ്ഞതൊന്നും ഞാൻ കണ്ടിട്ടില്ല. സാധാരണ നമ്മളതൊക്കെ കാണാറുണ്ട് ആണുങ്ങളിലാണെന്നുണ്ടെങ്കിലും. പുള്ളിക്കാരത്തെ ഇതുവരെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഇനിയുള്ള ഇതിൽ വരുമെന്ന് അറിയില്ല. അപ്പം ഞാൻ ഒരു പ്രത്യേക ഒരു കാര്യം പറഞ്ഞു, ഞാനിത് എന്താണ് 24/7 ലൈവ് എനിക്കെപ്പോഴും അങ്ങനെ അധികം ആക്റ്റീവായിട്ട് കാണാൻ പറ്റാറില്ല. ഞാൻ കൂടുതലും ആ ഡെയിലി 1 hour എപ്പിസോഡ് വരില്ല രാത്രി ഞങ്ങൾ അത് കണ്ടിട്ടാണ് കൂടുതലും അനാലിസിസ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ പുള്ളിക്കാരത്തി ഇതേടെ നല്ല ക്യാരക്ടറായിട്ട് തോന്നി. അപ്പോൾ ആ ഒരു 1 വീക്ക് പുള്ളിക്കാരത്തി നിൽക്കുക എന്നുള്ളൊരു കടമ്പ കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് എന്താ ഇനി കണ്ണും പൂട്ടി ടാസ്ക് ഒക്കെ അറ്റൻഡ് ചെയ്യുക, കുറച്ചും കൂടി ആക്റ്റീവ് ആകാനുണ്ട്. ആക്റ്റീവ് ആകില്ല എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തത് രേണുസുതി. അപ്പോൾ രേണുസുതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു പ്രതീക്ഷ ഉള്ള ഒരാളായിരുന്നു എനിക്ക്. കാരണം പുള്ളിക്കാരത്തി അറിയാമല്ലോ നമുക്ക്, ഞാൻ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കൂടുതലും എൻ്റെ ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ രേണുസുതിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ നമുക്കറിയാം കുറേ ആൾക്കാർ കുറേ യൂട്യൂബ് റിയാക്ടേഴ്സ് പുള്ളിക്കാരത്തിനെ തലങ്ങും വിലങ്ങും ആക്രമിച്ചിട്ടൊന്നും പുള്ളിക്കാരത്തി അതിലൊന്നും തളർന്നില്ല. പിന്നെയും മുന്നോട്ട് ആക്രമണങ്ങളൊക്കെ ഓരോരോ പടിപടിയായിട്ട് പുള്ളിക്കാരത്തി പിന്നെയും മേളിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത് വെച്ചത്. അത് നെഗറ്റീവ് പബ്ലിസിറ്റി ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരത്തി ആ ഒരു സംഭവങ്ങളൊക്കെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് പുള്ളിക്കാരത്തി അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഇൻ്റർവ്യൂസ്, ഷോർട്ട് ഫിലിംസ്, റീൽസ് അതിലൂടെ പുള്ളിക്കാരത്തി മാക്സിമം സമ്പാദിക്കാൻ നോക്കി. കുറേ ആൾക്കാർ പുള്ളിക്കാരത്തിനെ അറിയുന്നുണ്ട്. പുള്ളിക്കാരത്തിൻ്റെ വീഡിയോ എടുത്തിട്ട് ആരൊക്കെ റിയാക്ട് ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ നല്ലപോലെ വീഡിയോസിന് റീച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂസിലൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു തൻ്റെ ഇടമുള്ള ഒരു ലേഡി അതുപോലൊക്കെ തോന്നി. തൻ്റെ ഇടം ഉണ്ട് ഇപ്പോഴും പുള്ളിക്കാരത്തി. ആ ഒരു ബിഗ് ബോസിൻ്റെ ഷോയുടെ അകത്ത് പുള്ളിക്കാരത്തിനെ ഏതെങ്കിലും രീതിയിൽ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരത്തി നല്ലപോലെ ശുദ്ധ മറുപടി കൊടുക്കുന്നുണ്ട്. അത് ആരായിട്ടാണെന്നുണ്ടെങ്കിൽ മറ്റേ അനീഷിനായിട്ട് ഇടയ്ക്ക് ഒരു പ്രശ്നമുണ്ടായി. അനീഷ് എന്താണ് രേണു കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി നല്ലപോലെ ചാടി കയറുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലവേദന സംഭവം പറഞ്ഞിട്ട് അക്ബറായിട്ട് ചെറിയ പ്രശ്നമായിരുന്നു. അപ്പോൾ അതിലൊക്കെ നല്ലപോലെ പുള്ളിക്കാരത്തി ചാടി കയറുന്നത്. പിന്നെ ആ ഒരു നിക് നെയിം ഇടുന്ന ടാസ്ക് വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരത്തേക്ക് സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഈ അക്ബർ കൊടുത്തു. അക്ബറല്ല, നമ്മളുടെ പുള്ളിയുടെ പേര് ഞാൻ മറന്നില്ല. ഒരു മിനിറ്റ് ഞാൻ പേരൊന്ന് നോക്കട്ടെ. അതെ, അക്ബർ
അക്ബർ കൊടുത്തു. അപ്പോൾ അക്ബർ ആ പേര് കൊടുത്തപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഡൗൺ ആയി പോയതാണോ അല്ലെങ്കിൽ അഭിനയിച്ചതാണോ ഉള്ളത് എനിക്ക് അറിയില്ല. ഞാൻ രണ്ടും പറയുന്നില്ല, കാരണം എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലായതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പേര് പറയുമ്പോഴത്തേക്ക് പോലും നമ്മൾ എന്താ ഇത്രയും ഓൾറെഡി രേണുവിനെ പറ്റി കുറേ ആൾക്കാർ കുറേ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായി, കുറേ വൃത്തികേടുകൾ കുറേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇതൊക്കെ വന്നപ്പോഴത്തേക്കും സ്ട്രോങ് ആയിട്ട് നിന്ന രേണു, അതായത് പുറത്ത് റിയൽ ലൈഫിൽ സ്ട്രോങ് ആയിട്ട് നിന്ന രേണു ഇതിൻ്റെ അകത്ത് ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഒരു നിക് നെയിം വന്നപ്പോഴത്തേക്കും അങ്ങനെ തളർന്നു പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ സ്ത്രീത്വത്തിനെ അപമാനിച്ചെന്നുള്ള സംഭവം പറയേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം നിങ്ങൾ അതിനേക്കാളും വലിയ വലിയ സംഭവങ്ങൾ തരണം ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്താണ് ഉള്ള സംഭവം, അക്ബറിനോട് വഴക്കിട്ടതിലും അത് പറഞ്ഞതിലില്ല. പക്ഷേ പിന്നീട് നമ്മളൊരു എന്താണ് ആ അനുവിൻ്റെ അടുത്ത് നിന്നിട്ട് അങ്ങനത്തെ ഒരു സംഭവങ്ങൾ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം നിങ്ങൾ ഒരു സ്ട്രോങ് ലേഡി ആയിട്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരെ കൺസിഡർ ചെയ്യുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരത്തി കൂടുതലും ഇങ്ങനെ മാറി ഇരിക്കുന്നതാണ് കാണാറുള്ള രേണു. ഞാൻ വിചാരിച്ചു ആക്റ്റീവായിട്ട് എല്ലാത്തിലും നിൽക്കും എന്നുള്ള സംഭവമാണെന്ന് ഞാൻ വിചാരിച്ചത്. അവിടെ നടക്കുന്ന ടാസ്കുകളിലാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരത്തി അഭിപ്രായങ്ങളൊന്നും പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു പ്രശ്നത്തിൽ പോയിട്ട് ഒരു അഭിപ്രായം പറഞ്ഞത് ഇതേപോലെ ഞാൻ കണ്ടിട്ടില്ല. പുള്ളിക്കാരത്തിയുടെ നേരെ വരുന്ന പ്രശ്നങ്ങൾക്ക് മാത്രം അഭിപ്രായം പറയുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ബാക്കി ഒന്നും ഇടപെടാതെ നിൽക്കുന്നതിന് തോന്നുന്നുണ്ട്. അതിന് പുള്ളിക്കാരത്തേക്ക് ഗെയിം മനസ്സിലാകാഞ്ഞിട്ടാണോ എന്താണെന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ വരുന്ന വീക്കിൽ ചിലപ്പോൾ ബെറ്റർ വരുമായിരിക്കും. പിന്നെ ഇന്നലത്തെ ആ മോഹൻലാൽ വന്ന എപ്പിസോഡിൽ കണ്ട സംഭവമാണ്, അവിടെ ഫോൺ വലുത് വെച്ചിട്ടുണ്ടെന്ന് നോക്കിയത്. അത് ഈ പുള്ളിക്കാരത്തി ഫസ്റ്റത്തെ ഇതിൽ തന്നെ എവിക്ഷൻ അല്ലെങ്കിൽ ആ നോമിനേഷൻ്റെ ഇതിലേക്ക് വരും എന്നുള്ളത് അറിഞ്ഞിട്ട് നേരത്തെ തന്നെ ഷൂട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് ആ വീഡിയോ ഇട്ട്. അപ്പോൾ ഇവർക്ക് ഡൗട്ട് വന്നില്ല, ഇനിയുടെ ഫോൺ വെച്ചിട്ട് വല്ലതും വിളിച്ചറിയിച്ചതാണോ എന്നുള്ള സംഭവം ഡൗട്ട് വന്നിട്ടൊക്കെ ഇതാക്കിയായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്ത്. അപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ നമ്മൾ ശരിക്കും പെട്ടുപോലും. ഇപ്പോൾ നമ്മൾ എന്ത് പറയും, ഇങ്ങനെ ഇത്രയും ഒരു മോഹൻലാൽ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്ത് പറയും, എല്ലാവരുടെ ഫ്രണ്ടിൽ എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കണല്ലേ. അപ്പോൾ അത് പുള്ളിക്കാരത്തി നല്ലപോലെ ഹാൻഡിൽ ചെയ്തു ആ കാര്യങ്ങൾ. അപ്പോൾ ഇനിയും അത് നല്ല രീതിയിൽ എല്ലാ ഇതിലും ആക്റ്റീവായിട്ട് പങ്കെടുക്കാൻ പറ്റട്ടെ. പിന്നെ ഫിസിക്കൽ ടാസ്കിലാണെന്നുണ്ടെങ്കിൽ പോലും അത് മാറി നിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആക്റ്റീവായിട്ട് പങ്കെടുക്കാൻ വേണ്ടി പറ്റട്ടെ എന്നുള്ള ഇത് ആശംസിക്കുന്നു. അടുത്തത് അഭിശ്രീ. അപ്പോൾ അഭിശ്രീ വന്നപ്പോഴത്തേക്കും പുള്ളിനെ ഞാനങ്ങനെ അധികം അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. എനിക്ക് ഈ ഒരു ബിഗ് ബോസ് ഷോയിലൂടെയാണ് ഈ അഭി എന്ന് പറഞ്ഞ പുള്ളിനെ മനസ്സിലാക്കിയത്. അപ്പോൾ പുള്ളി വന്ന് ആദ്യത്തെ രണ്ടാമത്തെ ദിവസം തന്നെ പുള്ളി പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു ഈ രേണുവിൻ്റെ അടുത്ത്. അതേപോലെ തന്നെ ഈ അനീഷിൻ്റെ അടുത്തൊക്കെ നല്ലപോലെ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് 2 ഡേയ്സ് മാത്രമേ ഞാൻ പൊട്ടിത്തെറി കണ്ടുള്ളൂ. പിന്നെ അതുള്ള ദിവസങ്ങളിൽ ഞാൻ അത്രയും ഒരു പൊട്ടിത്തെറി കണ്ടിട്ടില്ല. പുള്ളി കുറച്ചും കൂടി സൈലൻ്റായിട്ട് കുറേ ആൾക്കാരുടെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ടാസ്കിലൊക്കെ ആക്റ്റീവായിട്ട് പുള്ളി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ രാത്രി ഇരുന്നിട്ട് പുള്ളി പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ പുറത്ത് കിടക്കുന്ന ആൾക്കാരെ ഇങ്ങനെ ആ ഒരു റെഡ് മാർക്കിലേക്ക് വെച്ചിട്ട് അവരെ എലിമിനേറ്റ് ചെയ്യാന്നുള്ള സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ പുള്ളി ആക്റ്റീവാണ്. ആക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ആക്റ്റീവാണ്. എന്നാലും കുറച്ചും കൂടി ഒന്ന് ആ ഒരു ആദ്യത്തെ 2 ദിവസത്തെ പുള്ളി കാണിച്ച ആ ഒരു എനർജിയിലേക്ക് തന്നെ തിരിച്ചു വരാനായിട്ടുണ്ട് എന്നുള്ളത് തോന്നി. എനർജി കുറഞ്ഞു വരുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു അഭിപ്രായം എനിക്ക് പുള്ളിനെ പറ്റി പറയാനായിട്ടുള്ളത്. അടുത്തത് അക്ബർ ഖാൻ എന്ന് പറഞ്ഞാൽ പുള്ളിനെയും ഇതേപോലെ ഞാൻ എന്താണ് ഈ ബിഗ് ബോസിലൂടെയാണ് ആദ്യമായിട്ട് കാണുന്നത്. നേരത്തെ പാട്ടൊക്കെ പഴയെന്ന് തോന്നും, ചിലപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാകും, അത് ശ്രദ്ധിക്കാണ്ട് പോയതാവാം. അപ്പോൾ പുള്ളി ഭയങ്കര ഒരു ടോക്സിക് ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഫുള്ള് ഇങ്ങനെ നമ്മളൊരാളുടെ കുറ്റവും കുശമ്പും ഒക്കെ പറഞ്ഞിട്ട് അത് ഗെയിം പ്ലാൻ എന്നാണെന്ന് വേണമെങ്കിൽ വെക്കാം. പക്ഷേ നമ്മളിത് എന്താണ് എല്ലാവരും കാണുന്നൊരു ഷോ ആയതുകൊണ്ട് തന്നെ പല ആൾക്കാരും പല രീതിയിലേക്ക് എടുക്കുന്നു. അപ്പോൾ പുള്ളി ഒരു ടോക്സിറ്റി സ്പ്രെഡ് ചെയ്യുന്ന പോലത്തെയുള്ള സംഭവങ്ങൾ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരാളെ പോയിട്ട് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുക, വെറുതെ ഇരിക്കുന്ന ഒരാളെ അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവർ വേറൊരാളോട് പ്ലാൻ ചെയ്തിട്ട് പോയിട്ട് അറ്റാക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഈ പുള്ളിയും പിന്നെ ശരത്തും കൂടിയൊക്കെ പ്ലാൻ ചെയ്യേണ്ടായിരുന്നില്ല, ഇവിടെ എല്ലാവരുടെയും റിയൽ ഫേസ് കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന രീതി കാണാറുണ്ട്. അപ്പോൾ അതാണോ ഗെയിം, അല്ലെങ്കിൽ നിങ്ങൾ ഈ വഴക്കിടുന്നതും ദേഷ്യം പിടിക്കുന്നതാണോ ഗെയിം, അല്ലെങ്കിൽ ഇത് എന്താണ് മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണോ? അപ്പോൾ ഇവരൊക്കെ വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇതേപോലെ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ട്രിഗർ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കുറേ ഒച്ചപ്പാടും ബഹളം വഴക്കിടുമ്പോഴത്തേക്കും ഇവരൊക്കെ ഇങ്ങനെ ഒരു ഹീറോ ആയിട്ട് ആൾക്കാർ കണ്ട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യും, അത് ഹീറോയിസം എന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇവിടെ പുറത്തുള്ള സപ്പോർട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ
ആൾക്കാരിങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും വിചാരിക്കണമെന്ന് പറയും ഇതിപ്പോൾ ഒരു വീടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ആൾക്കാരല്ലേ. ഇതിപ്പോൾ ഈ അക്ബറിൻ്റെ കൂടെ എന്താണ് അക്ബറിൻ്റെ സ്വന്തം ഫാമിലി താമസിക്കുമ്പോഴത്തേക്കും സ്വന്തം ഫാമിലിയോടുള്ള ആൾക്കാരുടെ അടുത്തും ഇതേപോലെ തന്നെ ആണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിലേക്കും കൂടുതലും ഇത് കാണുന്ന ആൾക്കാർ ചിന്തിക്കുന്നത്. നമ്മളൊരു കാര്യം പറയുമ്പോഴത്തേക്കും ആൾക്ക് അധികം ഹേർട്ട് ചെയ്യാതെയോ അല്ലെങ്കിൽ അവരെ അധികം ഇങ്ങനെ വലിച്ചു കീറുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാതെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഇതാണ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ബാക്കിയുള്ള ആൾക്കാരുടെ റെസ്പോൺസിൽ നിന്ന് മനസ്സിലാക്കിയത്. പിന്നെ അതേപോലെ എന്താണ് രേണുസുധിക്ക് ആ ഒരു പേരിട്ട് കൊടുത്തതിൽ എനിക്കൊന്നും തോന്നുന്നില്ല. സെപ്റ്റിക് ടാങ്ക് എന്നുള്ളൊരു പേരിട്ട് കൊടുത്തതിൽ എനിക്കൊന്നും തോന്നുന്നില്ല. കാരണം പുള്ളിക്കാരത്തി അതിലും വലിയ കാര്യങ്ങളിലൊക്കെ എന്താണ് വിമർശനങ്ങൾ കേട്ടൊരു വ്യക്തിയാണ്. അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് എടുത്താൽ മതിയല്ലോ. അത് സ്ത്രീത്വം മറ്റേത് മറിച്ചൊന്നുള്ള സംഭവങ്ങളൊന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു പേരിട്ടതിൽ അത് ഇടുന്നത് എന്താണ് അത് കാണുന്ന അല്ലെങ്കിൽ ഈ അക്ബർ എന്നുള്ള വ്യക്തിയുടെ പുള്ളിയുടെ മനസ്സിൽ എന്താണോ അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന പേര് അത് ഇട്ടുന്നുള്ളത് മാത്രമല്ല. അത് തെറ്റും ശരിയൊന്നും പറയാനിട്ടില്ല. ചിലപ്പോൾ അയാളുടെ ഗെയിമായിരിക്കും. അതിലൂടെ ചിലപ്പോൾ രേണുവിനെ തളർത്തി ഇതാക്കിയിട്ട് എന്താണ് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. കാരണം പുള്ളി വേറെ ആരെയും സെലക്ട് ചെയ്തിട്ടില്ല. പുള്ളി രേണുവിനല്ലേ സെലക്ട് ചെയ്തത്. അപ്പോൾ ചിലപ്പോൾ പുള്ളിക്ക് ചിലപ്പോൾ മുൻപ് ഈ രേണുവിൻ്റെ എന്തെങ്കിലും വീഡിയോസ് കാണുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി മൈൻഡിനകത്ത് എന്തെങ്കിലും ഉണ്ടാകും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടൊരു പ്ലെയറായിട്ട് അല്ലെങ്കിൽ എതിരാളിയായിട്ട് അക്ബറിന് തോന്നിയിട്ടുണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇതേപോലെ ഒരു പേരിട്ട് കൊടുത്ത് പുള്ളിക്കാരും തളർത്താൻ നോക്കിയത്. അപ്പോൾ അതിൽ ഞാൻ അക്ബറിൻ്റെ കുറ്റമൊന്നും പറയുന്നില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടം. വേറെ തെറിയൊന്നും പറഞ്ഞില്ലല്ലോ. അത് മാത്രമേ ഇതിൽ പറയാനുള്ളൂ. അടുത്തത് മുൻഷി രഞ്ജിത്ത്. അപ്പോൾ പുള്ളി ഇതുപോലെ ഞാൻ നേരത്തെ കണ്ടു ഈ മുൻഷിയുടെ പരിപാടിയിലും അതേപോലെ ചെറിയ സ്കിറ്റുകളിലും കാര്യങ്ങളിലും ചെറിയ ഈ സിനിമകളിൽ റോൾസൊക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ പുള്ളി വന്നപ്പോഴത്തേക്കും തന്നെ പുള്ളിയുടെ നേരത്തെ സ്വഭാവം പുള്ളിക്ക് കുറച്ച് ഇതേപോലെ ഈ ചിട്ടയായ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ പുള്ളിക്ക് ഈ ബിഗ് ബോസിൽ വന്നപ്പോഴത്തേക്കും പുള്ളിയാണ് അവിടെ എന്താണ് കൂടുതൽ പ്രായമുള്ള ഒരാൾ, കുറച്ചും കൂടി സീനിയർ ആയിട്ടുള്ള ഒരാൾ. അപ്പോൾ പുള്ളിക്ക് പുള്ളിനേക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരോടൊപ്പം കൂടുതൽ ഇടപഴകാനായിട്ടൊരു ബുദ്ധിമുട്ടുള്ളൊരു തോന്നി. എല്ലാവരും അങ്ങോട്ട് ഇടപഴകുന്നില്ല. അതേപോലെ തന്നെ പുള്ളി പറയുന്ന കാര്യങ്ങൾ വെച്ചാൽ ഇങ്ങനെ ജസ്റ്റ് കളി തമാശകളൊക്കെ ഒന്നും അങ്ങനെ പറയുന്നില്ല. പുള്ളി ഇങ്ങനെ ഒരു സീരിയസ് മെൻറ്റാലിറ്റി, എല്ലാം ഒരു സീരിയസ് മെൻറ്റാലിറ്റിയിലൂടെ നോക്കി കാണുന്ന സംഭവങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത്. ചില കാര്യങ്ങളൊക്കെ പുള്ളി ഇടപെട്ടിട്ടുണ്ട്. ചില അടിയും വഴക്കും മറ്റേ നവീനായിട്ട് കഴിഞ്ഞ ദിവസം എന്തോ അടിയും ബഹളമൊക്കെ ഒരു വഴക്കുണ്ടായപ്പോഴത്തേക്കും അതിലേക്ക് കയറി പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതന്നെ കൂടുതൽ ആക്റ്റീവാണെന്ന് വെച്ചാൽ കൂടുതൽ ആക്റ്റീവ് അല്ല. പക്ഷെ എന്തിനാണെങ്കിലും പുള്ളിനെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ പുള്ളി മാക്സിമം വൃത്തിക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം അന്നൊരു ദിവസം പുറത്ത് പോയി ഇരിക്കാൻ വേണ്ടി രാത്രി പുറത്ത് ഇരിക്കണം എന്നുള്ള സംഭവം വന്നപ്പോഴത്തേക്കും പുള്ളി ഫസ്റ്റ് ഡേ ഉറങ്ങാണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ സംഭവം പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഗെയിം സ്പിരിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും ഒരു ഏജായിട്ടും പുള്ളി ഉറങ്ങാതെ ഗെയിം സ്പിരിറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ പുള്ളിയുടെ ആ ഒരു ആക്ട് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു എന്താണ് സോളോ ആക്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. പുള്ളി ആ ഒരു സമയം കൊണ്ട് ക്രിയേറ്റ് ചെയ്തെടുത്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ അതൊരു ആ ചെറിയൊരു ആക്ട് ആണെന്നെങ്കിൽ പോലും നമുക്കത് ഫീൽ ചെയ്യുന്ന രീതിയിൽ, ആ ഒരു ഇമോഷൻസ് ഫീൽ ചെയ്യുന്ന രീതിയിൽ പുള്ളിയുടെ ഒരു ആക്ടിങ്ങിൽ പുള്ളിയുടെ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ പുള്ളിയുടെ സ്കിൽ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ പുള്ളി ആ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു എന്താ പറയുക നല്ലൊരു കാര്യമായിട്ട് തോന്നി എനിക്ക്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് ഈ മുൻഷി രഞ്ജിത്തിനെ പറ്റി പറയാനായിട്ടുള്ളത്. പുള്ളി കുറച്ചും കൂടി ആക്റ്റീവായിട്ട് വന്നം, കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഇടപെട്ട് വന്നം എന്നുള്ള സംഭവങ്ങളാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ വരുന്ന വീക്കുകളിൽ പുള്ളി കുറച്ചും കൂടി ആക്റ്റീവ് ആയിരിക്കും. ടാസ്കിലാണെന്നുണ്ടെങ്കിലും ഇതിലാണെന്നുണ്ടെങ്കിലും നമുക്ക് നോക്കാം. പിന്നെയുള്ളത് ആര്യനെ എനിക്ക് നോക്കിയപ്പോഴത്തേക്കും ശരിക്കും ഒരു അമൂൽ ബേബിനെ പോലത്തെ തോന്നി. കാരണം പുള്ളി അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പുള്ളി എന്താണ് ഈ ഗെയിംസിലൊക്കെ നല്ലപോലെ പുള്ളി പങ്കെടുക്കുന്നുണ്ട്. നല്ലപോലെ ഈ മറ്റേ സ്റ്റോൺ കളക്ട് ചെയ്യുന്ന ഗെയിംസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ലപോലെ പങ്കെടുത്ത് മാക്സിമം സ്റ്റോൺസ് കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു ബാഡ്ജ് കൊണ്ടു നടക്കുന്നതാണെന്നുണ്ടെങ്കിലും പുള്ളി മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളി ആ ഒരു ബാഡ്ജ് മിസ്സായപ്പോഴത്തേക്കും ഫുൾ അയച്ചു കൊടുക്കുന്ന കാര്യത്തിൽ അതൊക്കെ ഫുൾ പക്കയാണ്. പക്ഷേ പുള്ളി അമൂൽ ബേബി എന്ന് പറയാൻ കാരണം പുള്ളി കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ചെറിയ കൊച്ചുകുട്ടികളെ പോലെ ഉള്ള കാര്യങ്ങൾക്ക് എന്താണ് പുള്ളി വഴക്കിടുന്ന രീതിയിൽ എനിക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ ഒരു നിലപാട് ശക്തമായിട്ട് പറയാത്ത രീതിയിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ അനുവിനായിട്ടുള്ള ഇടുന്ന രീതിയിലൊക്കെ പറയാറുണ്ട്. ചില സമയത്ത് പുള്ളി കുട്ടികളെയും കാണിക്കാറുണ്ട്. അത് തെറ്റൊന്നുമല്ല. പുള്ളിയുടെ ക്യാരക്ടർ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ബാക്കി ടാസ്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ പുള്ളി ഓക്കെയാണ്. പുള്ളി 100% ആക്റ്റീവാണ്. ചിലപ്പോൾ ഒരു ടോപ്പ് 5 പുള്ളി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മൈൻഡ് ഗെയിം വരുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം
പുള്ളി ഒരു പ്ലാനിങ് സംഭവങ്ങൾ നടത്തുന്നത് കണ്ടിട്ടില്ല. പുള്ളി ഒറ്റക്ക് നിൽക്കുന്നതായിട്ട് തോന്നി നിൽക്കുന്നത്. അതേപോലെ പുള്ളി ഒരു എന്താണ് മൈൻഡ് ഗെയിംസ് വരുമ്പോഴത്തേക്കും ഇങ്ങനെ അയാൾ അടിച്ചിടണം അങ്ങനത്തെ ഒരു പ്ലാനിങ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പുള്ളി ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് നേരെ പോ എന്നുള്ള ഒരു രീതിയിലാണ് എനിക്ക് ഒരു ഫസ്റ്റ് വീക്കിൽ എനിക്ക് മനസ്സിലായത്. ഇനിയും പുള്ളിയുടെ ബാക്കിയുള്ള എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് അറിയില്ല. ബാക്കി എന്തൊക്കെയാണ് പുള്ളിയുടെ ബാക്കിയുള്ള ടാലൻസ് എന്നുള്ളത് നമുക്ക് വരുന്ന വീക്സിൽ കാണാം. ഇനി അടുത്തത് ഒനിൽ സാബ്. അപ്പോൾ ഈ ഒനിൽ സാബിനെ എനിക്ക് മറ്റേ ബൂംബായുടെ ഒരു സംഭവം അത് കണ്ടപ്പോഴത്തേക്കും അതിൽ ഒരു ബൂംബാ എന്ന് പറഞ്ഞ ഒരു ഷെഫാണ്. പുള്ളി പുറത്ത് എബ്രോഡാണ്. പുള്ളിയുടെ വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട്. നമ്മൾ കാണാറില്ല കുറച്ച് ഒരു മൊട്ടത്തലയൻ. പുള്ളി നല്ല ഒരു വീഡിയോസൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ ബൂംബായുടെ ആ ഒരു പുള്ളിയുടെ ഒപ്പം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളുടെ ഈ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചിയിൽ ഈ ഒനിൽ സാബിൻ്റെ ഒപ്പം രണ്ടിനും കൂടി കമ്പയിൻ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു പുള്ളിനെ ഞാൻ കാണുന്നത്. പിന്നീട് ബിഗ് ബോസിന് കാണാം. അപ്പോൾ കാണുമ്പോഴത്തേക്കും പുള്ളി അങ്ങനെ എല്ലാ കാര്യത്തിലൊന്നും കയറി ഇടപെടുന്നില്ല. കുറച്ച് മനുഷ്യത്വമുള്ള വ്യക്തിയായിട്ട് തോന്നി. ഗെയിം കളിക്കുന്നുണ്ട്, അതാണ് കുറച്ച് മനുഷ്യത്വമുള്ള വ്യക്തിയായിട്ട് തോന്നി. പിന്നെ പുള്ളിക്ക് അവിടെ ഒട്ടും ഇഷ്ടത്തില്ല. ഈ പുള്ളിക്കകത്തൊരു ക്യാരക്ടർ അധികം പിടിക്കാത്തത് ഈ നമ്മളുടെ ഈ ഒരു പുള്ളിക്കാരത്തി ഉണ്ടല്ലോ റെന ഫാത്തിമ. കാരണം റെന ഫാത്തിമ വന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടായി, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഈ ഒനിലിനെ സാബുവിനെ ചൊറിയുന്നു എന്നുള്ള രീതിയിലൊക്കെ പുള്ളി വന്നിട്ട് വഴക്കൊക്കെ പറയുന്നുണ്ടായത്. പിന്നെ അതുപോലെ തന്നെ പുള്ളി വഴക്കിടുന്ന രീതിയും കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ശാന്ത സ്വഭാവമായിട്ടുള്ള ഒരാളായിട്ട് തോന്നുന്നു. പക്ഷേ പുള്ളിക്ക് എല്ലാവരെയും വേണ്ടി കുക്ക് ചെയ്യുന്നുണ്ട്, നല്ലപോലെ കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ പുള്ളിയുടെ അടുത്ത് ആ ഒരു വഴക്കിടണ ആ ഒരു കേസ് വന്നപ്പോഴത്തേക്ക് പുള്ളി നല്ലപോലെ അങ്ങോട്ട് കയറി ചൂടായി. പിന്നെ അതേപോലെ തന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒനിൽ സാബുവിന് നമ്മളുടെ ഈ ഗിസൈലിനായിട്ട് ചെറിയ ഒരു കമ്പാഷൻ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം തോന്നലുണ്ട്. കാരണം അവിടെ അങ്ങനത്തെ ചെറിയ സംസാരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. നമുക്കപ്പോൾ വരുന്ന എപ്പിസോഡുകൾ കാണാം എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ എൻ്റെ തെറ്റിദ്ധാരണയാണോ ഉള്ളത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പുള്ളിയൊരു നല്ലൊരു ക്യാരക്ടറായിട്ട് ഒരു മാനസിക അല്ലെങ്കിൽ നല്ലൊരു മനസ്സിൻ്റെ ഉടമയായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതേവരെ. ഇനി ആ ഒരു ഇത് മാറ്റി പറയേണ്ട അവസ്ഥ വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. നമുക്ക് എന്തിനാണ് നോക്കാം. പുള്ളി അത്യാവശ്യം നല്ലൊരു ഗെയിമറാണ്. പിന്നുള്ളത് RJ ബിൻസി. അപ്പോൾ RJ ബിൻസി അത്യാവശ്യം പ്ലാൻ ചെയ്യുന്ന പുള്ളിക്കാരത്തി ഒരാളുടെ അടുത്ത് പോയി പ്ലാൻ ചെയ്യുന്നില്ല. പുള്ളിക്കാരത്തി അവിടെ ഇരുന്ന് കുറേ സംഭവങ്ങളൊക്കെ ഒബ്സർവ് ചെയ്ത് പുള്ളിക്കാരത്തിയുടെ മൈൻഡിലിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരത്തി അവിടെയുള്ള ഒരു കോൺടസ്റ്റിനെ പോലും ട്രസ്റ്റ് ചെയ്യുന്നില്ല. കാരണം അതിൻ്റെ അകത്ത് എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നതെന്ന് അറിയാം. അടുപ്പം കാണിക്കുന്നുണ്ടെങ്കിലും പുള്ളിക്കാരത്തി എന്താ പറയുക ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുള്ളിക്കാരത്തി അങ്ങോട്ട് മാറുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തിയുടെ മൈൻഡിലുണ്ട് എനിക്ക് ഇവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ എൻ്റെ ഒപ്പോണൻ്റാണ്, എപ്പം വേണമെന്നുണ്ടെങ്കിലും തിരിച്ച് പണി കിട്ടാമെന്നുള്ള സംഭവം അങ്ങനെ നോക്കിയാണ് കളിക്കാറുള്ളത്. പുള്ളിക്കാരത്തി പുറത്ത് കിടന്ന സമയത്ത് 2-3 തവണ എന്തോ അപ്പോൾ അനുശാരത്തിൻ്റെ ടീം വന്നിട്ട് എടുത്തിട്ട് നോക്കിയപ്പോഴത്തേക്കാണ് എനിക്ക് അത് താഴത്ത് കിടന്ന് ചോണ്ടിട്ടാണ്. കാരണം താഴത്ത് കിടക്കുമ്പോഴത്തേക്കും എടുത്ത് പൊക്കിക്കൊണ്ട് അപ്പുറത്ത് വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കട്ടലിൽ കിടക്കുന്ന ആളാണെങ്കിൽ കുറച്ചും കൂടി സുഖമാണ്. കട്ടലെടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും അധികം അനങ്ങൂല. അത്യാവശ്യം ആക്റ്റീവാണ്, ഒരു 50% ആക്റ്റീവാണ് എൻ്റെ ഒരു വ്യൂവിൽ. കുറച്ചും കൂടി ആക്റ്റീവായി വരാനായിട്ടുണ്ട്. കാരണം പുള്ളിക്കാരത്തി കുറച്ച് സൈലൻ്റ് ആണ്, എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഇടപെടാറില്ല, കുറച്ച് കാര്യങ്ങൾ ഇടപെടാറുള്ളൂ. ചിലപ്പോൾ വരുന്ന വീക്കിൽ നമുക്ക് പുള്ളിക്കാരത്തിൻ്റെ ഫുൾ പാർട്ടിസിപ്പേഷൻ കാണാൻ പറ്റുമായിരിക്കും. പിന്നെ ഉള്ളത് ഗിസേൽ എന്നുള്ളത്. അപ്പോൾ ഗിസേൽ അറിയാമല്ലോ എല്ലാവരും, ബിഗ് ബോസ് ഹിന്ദി സീസണിലുണ്ടായിരുന്നതാണ്. പുള്ളിക്കാരത്തേക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ചില പുള്ളിക്കാരത്തെ കമ്മ്യൂണിക്കേഷൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല. പുള്ളിക്കാരത്തെ ഫുൾ ഒരു സംഭവം അങ്ങോട്ട് നമുക്ക് പിടികിട്ടിയിട്ടില്ല. ഫുൾ ക്യാരക്ടർ നമുക്ക് അങ്ങോട്ട് പിടികിട്ടിട്ടില്ല. പുള്ളിക്കാരത്ത് ഗെയിം നല്ലപോലെ കാണിക്കുന്നുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും പോയി ഇടപെടാറില്ല. വേറൊരാൾ വഴക്ക് നടക്കുമ്പോഴത്തേക്കും പോയി ഇടപെടാറില്ല. പിന്നെ പുള്ളിക്കാരത്തി മനഃപൂർവ്വം ഇങ്ങനെ ഒറ്റപ്പെട്ട് നടക്കുന്നതായിട്ടൊരു ഫീലുണ്ട്, അല്ലെങ്കിൽ മാറിയിരിക്കുന്ന സംഭവങ്ങളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരുമായിട്ടും കൂടിച്ചേർന്ന് പോകാത്ത ഒരു ഇത് അല്ലാതെ ഒറ്റയ്ക്ക് മാറിയിരിക്കുന്ന രീതിയിൽ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരത്തി സ്പെഷ്യൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ടാസ്കിലാണെന്നുണ്ടെങ്കിലും അതേപോലെ വീട്ടിലുള്ള ആ ക്ലീനിങ് ടാസ്കിലൊക്കെയാണ് പുള്ളിക്കാരത്തി 100% ആക്റ്റീവ് പാർട്ടിസിപ്പേഷനാണ്. അതിൽ വേറൊന്നും പറയാനിട്ടില്ല. പിന്നെ പുള്ളിക്കാരത്തിൻ്റെ ആ ഒരു ബാഗ് കൊടുക്കാത്തതിൽ ഏറ്റവും വിഷമമുള്ളത് ഈ പുള്ളിക്കാരത്തിനാണെന്ന് തോന്നുന്നുണ്ട്. ആ ഒരു ബാഡ്ജ് നഷ്ടമായപ്പോഴത്തേക്കും ഉള്ള ഡ്രസ്സെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വന്നു. എന്നിട്ടും എന്തോ ഒരു ഡ്രസ്സൊക്കെ അവിടെ വെച്ചെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പിന്നെയും 2ാമത് ഡ്രസ്സ് കൊടുത്തു. പിന്നെ ഈ കഴിഞ്ഞ ദിവസം വരെ കൺസീലർ എന്തോ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്കാരത്തിൻ്റെ ഒരു ഡ്രസ്സിൻ്റെ അല്ലെങ്കിൽ പുള്ളിക്കാരത്തി കൊണ്ടുവന്ന ഒരു പെട്ടി അത് നാട്ടിലേക്ക് തിരിച്ചയച്ചു എന്നുള്ള സംഭവം ഉണ്ടായപ്പോൾ അതൊക്കെ ഭയങ്കര വിഷമമായി എന്നുള്ള സംഭവം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും രസമാണ്. പുള്ളിക്കാരത്തി ചിലപ്പോൾ ഒരു ടോപ്പ് 5 വരാനുള്ള ചാൻസ്
കാണുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിൽ പുള്ളിക്കാരി നല്ല ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നല്ല അഗ്രഗണ്യമായിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ ലേഡീസിന് ഇതിൽ. അപ്പോൾ ബാക്കി വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും പുള്ളിക്കാരത്തിൻ്റെ ഗെയിമുകൾ നമുക്ക് കാണാം, കാത്തിരുന്ന് കാണാം. പിന്നെ സാരിക. അപ്പം സാരിക നമ്മൾ കൂടുതലും കണ്ടിരിക്കുന്നത് മറ്റേ ആ ഹോട്ട് സീറ്റ് ഷോ ഉണ്ടല്ലോ, അത് ഇന്നട്ടിടയ്ക്ക് നമ്മൾ കണ്ടത്. അപ്പോൾ ആ ഒരു ഹോട്ട് സീറ്റിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് നമ്മളൊരു ഭയങ്കര ബോൾഡ് ലേഡി, അല്ലെങ്കിൽ എല്ലാം ഭയങ്കര അവിടെയുള്ള എല്ലാ കോൺടസ്റ്റിനെയും ഇങ്ങനെ ഹോട്ട് സീറ്റിൽ ഇങ്ങനെ മുൾമുനയിൽ നിർത്തും എന്നുള്ളതായിരുന്നു വിചാരം. പക്ഷെ അത് അവരുടെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. നമ്മൾ ശരിക്കും ഇതിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മൾ അവരുടെ റിയൽ ലൈഫൊക്കെ മനസ്സിലാവുന്നത്. അവർ അത്യാവശ്യം എല്ലാവരെയും ഒരേപോലെ കൺസിഡർ ചെയ്യാറുണ്ട്. അവർക്ക് അങ്ങനെ ഗ്രൂപ്പിസം കാര്യമൊന്നുമില്ല. എല്ലാവരോടും ഒരേപോലെ പെരുമാറാറുണ്ട്. തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കാറുണ്ട്. പക്ഷേ പുള്ളിക്കാരത്തി ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരത്തി എല്ലാ കാര്യത്തിലും പോയി ഇടപെടാൻ നോക്കി. കാരണം അങ്ങനെ ചില ആൾക്കാരുണ്ടാകുന്നില്ലേ, ഈ എന്താണ് രാഷ്ട്രീയ പ്രവർത്തകരെ പോലെയൊക്കെ അവരെല്ലാ പ്രശ്നങ്ങളിലും പോയി ഇടപെട്ട് സോൾവ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ അവരുടെ നിലപാട് പറയാൻ നോക്കുക. അങ്ങനത്തെ സംഭവമൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. പുള്ളിക്കാരത്തി എല്ലാത്തിലും പോയി ഇടപെടാറുണ്ട്. അത് എന്താണ്, ചിലപ്പോൾ നല്ലൊരു ഉദ്ദേശത്തോടെ ആയിരിക്കാം, ആ ഒരു പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനത്തെ സംഭവം തോന്നാറുണ്ട്. പിന്നെ പുള്ളിക്കാരത്തിന് ചെയ്യുന്ന ഡ്യൂട്ടി അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാറുണ്ട്. അതിന് പിന്നെ ഇങ്ങനെ എന്താ ഈ കുശുമ്പും സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഈ രാത്രി ഇരുന്നിട്ട് കുറച്ച് ടീംസ് ഉണ്ടാവില്ല, രാത്രി കുറച്ച് ആൾക്കാർ ഇങ്ങനെ പ്ലാൻ ചെയ്ത് അവളിങ്ങനെ മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു നല്ലൊരു ക്യാരക്ടറായിട്ടാണ് ഇതുവരെ തോന്നിയിട്ടുള്ളത്. ബാക്കി നമുക്ക് എന്താണെന്നുള്ളത് കാണാം. പിന്നെ ആദില ആനൂറ. അപ്പോൾ ഈ ആദില നൂറയും ഇതേപോലെ നമ്മൾ ഇവർ തമ്മിലുള്ള റിലേഷൻ്റെ ഭാഗമായിട്ട് അവരുടെ ഫാമിലി പ്രോബ്ലംസും കാര്യങ്ങളും അതിൻ്റെ ന്യൂസുകൾ കേൾക്കുന്നു, അത് കാണുന്നു. പിന്നെ അവരത് ശേഷം ഒന്നിച്ചപ്പോഴത്തേക്കും അവർക്ക് നേരെയുള്ള സൈബർ ആക്രമണം, പിന്നെ അവർ അതിൽ തളർന്നു പോകാതെ അവരും അതിനെതിരെ പ്രതികരിച്ച് വീഡിയോസ് ഇടുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഇങ്ങനൊരു ലെസ്ബിയൻ കപ്പിൾസ് വരുമ്പോഴത്തേക്കും അവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ള സംഭവങ്ങളൊക്കെ ആകാംക്ഷയോടെ മലയാളികൾ കുറേ ആൾക്കാർ നോക്കി കാണുന്നുണ്ട്. കാരണം പല ആളുകൾക്കും പല തെറ്റുകാരണങ്ങളുണ്ടാകും. അപ്പോൾ ഇവർ ഇതിൽ വന്നപ്പോഴത്തേക്കും ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് അല്ല, ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ് മിക്ക ആൾക്കാർക്ക് മനസ്സിലായിരിക്കുന്നത്. അവരുടെ ഒരു റിലേഷൻ എങ്ങനെയാണ്, അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം എങ്ങനെയാണ് എന്നുള്ള സംഭവങ്ങളൊക്കെ കുറേയൊക്കെ മലയാളികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അവർ അത്യാവശ്യം നല്ല ഗെയിമേഴ്സാണ്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് കട്ട്നെസ് ഉണ്ടെന്നുള്ളത് എനിക്ക് അങ്ങനത്തെ സംഭവം തോന്നിയിട്ടില്ല. അങ്ങനെ കുശുമ്പും സംഭവങ്ങൾ പറഞ്ഞതിന് തോന്നിയിട്ടില്ല. അത്യാവശ്യം എല്ലാവരുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഗെയിമിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് അവർ ഗെയിം കളിക്കുന്നുണ്ട്. അല്ലാതെ ഗെയിമില്ല സമയത്ത് അവരെല്ലാവരെയും കൺസിഡർ ചെയ്ത് ഒരു ഫാമിലി പോലെ എല്ലാവരുടെയും കാര്യങ്ങൾ കൺസിഡർ ചെയ്യാറുണ്ട്, എല്ലാവരുടെയും കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അതിൽ നല്ല പോലെ അവർക്ക് അത്യാവശ്യം എമ്പതിയുള്ള രണ്ട് വ്യക്തിത്വങ്ങളായിട്ട് തോന്നാറുണ്ട് രണ്ടുപേരെയും. എല്ലാവരുടെയും കാര്യങ്ങൾ എന്തെങ്കിലും സങ്കടങ്ങളാണെങ്കിലും കോൺടസ്റ്റൻസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അവർ തിരിച്ച് അതിലൊരു സൊല്യൂഷൻ പറയുകയോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കേൾക്കുകയോ ചെയ്യാറുണ്ട്. അപ്പോൾ അവരും അത്യാവശ്യം നല്ലപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ സ്ട്രെങ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ചൊരു ഗെയിമിൽ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്ന ദിവസങ്ങളിൽ റൂൾസ് മാറ്റോ എന്നുള്ളത് എനിക്ക് അറിയാണ്ട് പറ്റില്ല. ആ ഒരു പണിപ്പൂരിലേക്ക് പോയപ്പോഴത്തേക്കും സാധാരണ രണ്ടുപേർക്കല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ കപ്പിൾസായിട്ട് വന്നതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ടോട്ടൽ 3 പേർക്ക് പോകാൻ വേണ്ടി പറ്റി. പിന്നെ വരും ദിവസങ്ങളിൽ ആ ഒരു ഇത് മാറ്റമൊന്നും അറിയില്ല. അപ്പോൾ അവരുടെ സ്ട്രെങ്ത്ത് അവിടെ തന്നെയാണ്. കാരണം വേറെ ആരും നോക്കിയിട്ടുണ്ടെങ്കിലും ആ ഒരു വീട്ടിൽ ഒരാൾക്ക് സപ്പോർട്ടായിട്ട് മറ്റൊരാളില്ല. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ ട്രസ്റ്റ് ചെയ്യാണ്ട് പറ്റും. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞ വ്യക്തികളാണ്. രണ്ടുപേർക്കും സപ്പോർട്ടിനുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ സപ്പോർട്ടുണ്ട്. പക്ഷേ മറ്റാർക്കും വീട്ടിൽ അങ്ങനത്തെ സപ്പോർട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ ഇവർക്ക് നല്ലപോലെ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ടോപ്പ് 5 എത്താനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്കറിയില്ല ബാക്കിയുള്ള ആൾക്കാരും ഗെയിമേഴ്സും അവരും സ്ട്രോങ് ആണ്. അവരും എങ്ങനെയെങ്കിലുമൊക്കെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും. അപ്പോൾ വളരെ ഒരു രസകരമായിട്ടുള്ളൊരു സീസണായിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അടുത്ത ഒരാൾ കോൺടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പാന ശരത്താണ്. അപ്പോൾ പുള്ളിയുടെ നമ്മൾ അങ്ങനെ ഇൻ്റർവ്യൂസ് 1-2 കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ കണ്ടപ്പോഴത്തേക്കും കുറച്ച് ഒരു മനുഷ്യത്വമുള്ള വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ മൂവീസൊക്കെ കണ്ടിട്ടുള്ള മൂവീസ് കുറച്ച് ഈ വില്ലൻ വേഷം എന്നുള്ള സംഭവം, പിന്നെ ഒരു നായക വേഷമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നിയത് പുള്ളിയുടെ ആ ഒരു റിയൽ ക്യാരക്ടർ മാറ്റി വെച്ചിട്ട് പുള്ളി കുറേ തെറ്റിദ്ധാരണകളോട് കൂടിയാണ് ഈ ഒരു ഷോയിൽ, അല്ലെങ്കിൽ ഈ ഒരു ഗെയിം ഷോയിൽ വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. പുള്ളി അവിടെ വന്നപ്പോഴത്തേക്കും ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. മനസ്സിലായില്ല, ടീമിനെ ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാവരുടെയും ഇത് ഇങ്ങനെ പൊളിക്കണം എന്നുള്ള സംഭവം
നോക്കുന്നുണ്ട്. പുള്ളിയുടെ അവിടുത്തെ അതിൻ്റെ അകത്തുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ അക്ബർ എന്നുള്ളത്. രണ്ടുപേരും അടയും ചക്കരയും പോലെയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ കഴിഞ്ഞ സീസൺസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഡോക്ടർ റോബിൻ, അഖിൽ മാരാര്, അതേപോലെ തന്നെ സാബു, ഈ 3 ആൾക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒരു ആൽഫ മെയിൽ അല്ലെങ്കിൽ ഒരു ഹീറോയിസ്റ്റിക് പദവിയിലേക്ക് കൊടുക്കുന്ന രീതിയിലാണ് മലയാളികൾ കണ്ടിരിക്കുന്നത്. കാരണം അതിന് എതിരഭിപ്രായമുള്ള ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും മാക്സിമം ഒരു ഭൂരിപക്ഷം എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്. കാരണം സാബു ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗെയിമറായിരുന്നു. പുള്ളി കുറേ സംഭവങ്ങളൊക്കെ നാളെ നടക്കാണ്ടി പോകുന്ന സംഭവങ്ങൾ ഇന്ന് തന്നെ പ്ലാൻ ചെയ്ത് പറയും, അത് പിറ്റേ ദിവസം അതേപോലെ നടന്നിരിക്കും അങ്ങനത്തെ സംഭവങ്ങൾ. അതേപോലെ തന്നെ റോബിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്ലാനിങ് ഇല്ല, പക്ഷെ പുള്ളിയുടെ ഒരു വ്യത്യസ്ത കാഴ്ചപ്പാടും പുള്ളി കുറേ സംഭവം പുള്ളിക്ക് അത് അതിൽ ശരിക്കും വിന്നറാവേണ്ടത് റോബിനായിരുന്നു. പുള്ളി നല്ല ഗെയിമറാണോ ഇല്ലെന്നല്ല, പുള്ളിയുടെ ആ ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളും ടോക്സിസിറ്റി ആണെന്നുണ്ടെങ്കിൽ പോലും പുള്ളി ഓഡിയൻസിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അല്ലെങ്കിൽ കാണുന്ന കാണികൾക്ക് ഏറ്റവും കൂടുതലും പുള്ളിയുടെ കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിരുന്നത് വെച്ചത് ഈ റോബിനെയായിരുന്നു. ആ ഒരു എന്താണ് ഫിസിക്കൽ ഹാരാസ്മെൻറ്റ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് പുള്ളി ഔട്ടായി പോയത്. അല്ലെങ്കിൽ ആ ഒരു സീസണ് പുള്ളിയായിരുന്നു തന്നെ പിന്നെ അതിൽ ഒരു സംശയമില്ല. അപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ ഇതിൽ അഖിൽ മലയാളം വിന്നറായിരുന്നു സീസണിൽ. പുള്ളിയുടെയും സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ എല്ലാം ഭയങ്കര ഒബ്സർവേഷനുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതേപോലെ ആവാൻ വേണ്ടിയിട്ട് നോക്കുന്ന പോലെ എനിക്ക് തോന്നി, മനസ്സിലായില്ലേ. ഈ ശരത് എന്ന് പറഞ്ഞ പുള്ളിയുടെ ആ ഒരു റിയൽ ക്യാരക്ടർ മറന്നിട്ട് ഈ ഒരു 3 ആൾക്കാരെയും കണ്ടിട്ട് അവരുടെ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവം തോന്നി. പിന്നെ പുള്ളി സിനിമയിൽ കാണുന്ന പോലെ ഒരു ഹീറോ ഒരു സംഭവം പോലെയുള്ള രീതിയിൽ മറ്റുള്ള ആൾക്കാരുടെ മേത്തേക്ക് ഇടിച്ച് കയറുക, അവരെ ദേഷ്യം വരുമ്പോഴത്തേക്ക് അവരെന്തെങ്കിലും പറയുക, ഒരു റൗഡികളെ പോലെയൊക്കെ പെരുമാറുന്ന സംഭവം തോന്നി. അത് ആ ഒരു ക്യാരക്ടർ പോലെ അത് പുള്ളിയുടെ റിയൽ ക്യാരക്ടറാണോ അല്ലെങ്കിൽ പുള്ളി എന്തെങ്കിലും എന്താ പറയുക മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ എന്നുള്ളത് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം മോഹൻലാൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു കുറച്ച് ദേഷ്യം കുറക്കണം എന്നുള്ള രീതിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ശരിക്കും പറഞ്ഞാൽ ടോപ്പ് 5 എത്താനുള്ള ഒരാളാണ്, ഒരു വ്യക്തി, നല്ലൊരു ഗെയിമറാണ്. പക്ഷേ പുള്ളിയുടെ ഈ ഒരു പുള്ളിയുടെ സ്വഭാവമാണ് പോലും അറിയില്ല, എനിക്ക് ആക്ടിങ് ആണെന്ന് പോലും അറിയില്ല. പക്ഷേ ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഹെയ്റ്റ് വാങ്ങിച്ച് വെക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്കത് വരുന്ന ദിവസങ്ങളിൽ കാണാം എന്താകും എന്നുള്ളത്. അടുത്തുള്ളത് വെച്ചാൽ ബിനി സെബാസ്റ്റ്യൻ ഡോക്ടറാണ്. എനിക്ക് പിന്നെ അധികം പുള്ളിക്കാരത്തി അങ്ങനെ ഗെയിംസിലൊക്കെ ആക്റ്റീവാണ്, പക്ഷെ അധികം കാര്യങ്ങളിൽ ഇടപെടാറില്ല. എന്നാലും ചില സമയങ്ങളിൽ ഈ നോമിനേഷൻ പറയുമ്പോഴത്തേക്കും ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മോഹൻലാൽ പറയുമ്പോഴത്തേക്കും ആണെന്നുണ്ടെങ്കിൽ ഒരാളെ പറ്റിയുള്ള അഭിപ്രായം പറയാനുള്ള ഗെയിംസും ടാസ്കൊക്കെ വരില്ല. അങ്ങനെ പറയുമ്പോഴത്തേക്കും അത്യാവശ്യം പുള്ളിക്കാരത്തി നല്ലപോലെ ഇങ്ങനെ നോക്കി വെച്ച് കൊടുക്കാറുണ്ട്. പുള്ളിക്കാരത്തെ മനസ്സിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. ചില സമയത്ത് അത് പറയുന്ന കാര്യങ്ങൾ എനിക്കും അതങ്ങനെ പറയണമായിരുന്നോ എന്നുള്ള സംഭവങ്ങൾ തോന്നാറുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ അത്യാവശ്യം എന്താണ് ടാസ്കുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, എന്നാലും ഭയങ്കര ഒരു ആക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല. അധികം ഒരു സ്പേസ് കിട്ടാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കൂടുതൽ സമയം ഇങ്ങനെ ബാക്കിലേക്ക് പോവുക എന്നുള്ള സംഭവം. അപ്പോൾ എനിക്ക് ഇതേപോലുള്ള ആൾക്കാരെ കാണുമ്പോഴത്തേക്ക്, കാരണം ഇവർ ബിഗ് ബോസ് എന്നുള്ള ഒരു ഷോയിലേക്ക് കുറേ ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാകും. അതിൽ കുറച്ച് ആൾക്കാർ 20 പേരെന്തുവാണെന്ന് തോന്നുന്നത് ഈ പ്രാവശ്യം ആദ്യം കയറിയിരിക്കുന്നത്. അപ്പോൾ അവർ അത്രയും പരിശ്രമിച്ചിട്ടും അത്രയും ആഗ്രഹിച്ചിട്ടാണ് അതിൻ്റെ അകത്തേക്ക് വരുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് വന്ന് കയറി കഴിഞ്ഞ് പിന്നെ എനർജി കുറയുന്ന പോലെ ഉള്ള ഫീൽ ഈ ഒരു സീസൺ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരുടെ എനർജി ലെവൽ കുറഞ്ഞു വരുന്നത് തോന്നിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നുള്ള അറിയത്തില്ല. അപ്പോൾ ബിനി സെബാസ്റ്റ്യൻ എനിക്ക് അധികം പറയാനിട്ടില്ല, കാരണം അധികം നമ്മൾക്ക് ബിഗ് ബോസിലൂടെ അധികം പുള്ളിക്കാരൻ്റെ പറ്റിയുള്ള സംഭവങ്ങൾ കിട്ടിയിട്ടില്ല. വരുന്ന ദിവസങ്ങൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അടുത്തത് ഷാനു. അപ്പോൾ ഈ പുള്ളി സീരിയൽ ആക്ടറാണ്. അപ്പോൾ പുള്ളി ഫസ്റ്റ് ദിവസം ആ ഒരു ബാഡ്ജ് ഈ അനീഷ് പുറകെ കൊടുത്തില്ല, എന്നിട്ട് മറ്റേ നമ്മളുടെ സാബുവിനെ കൊടുത്ത്, എന്നിട്ട് അത് അവർ തമ്മിലുള്ള ചെറിയ സംഭവങ്ങളും കാര്യങ്ങളും. പിന്നെ പുള്ളിക്ക് ഒരു എന്താ പറയുക അകത്തൊരു സംഭവമുണ്ട്, മനസ്സിലായി പുള്ളി ഞാൻ ഇന്നൊരു ഇതാണ്, ഞാൻ ഒരു ആക്ടറാണ്, അപ്പോൾ എന്നെ റെസ്പെക്ട് ചെയ്യാനുള്ള സംഭവമുണ്ട്. അത് പുള്ളി ഇങ്ങനെ പറയാതെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് നോക്കുമ്പോഴത്തേക്കും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെയിം ഇയാളുടെ മനസ്സിലുള്ള ഒരു മെൻറ്റാലിറ്റി ബാക്കിയുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ട് അവരും എന്ത് ചെയ്യും, അവർ ഇയാളുടെ ഒരു ക്യാരക്ടറിനെ അടിച്ചിടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇയാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഇയാളെ ട്രിഗർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പിന്നെ ചില സമയത്ത് എനിക്ക് തോന്നും ഈ ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പുള്ളി ഇങ്ങനെ അനീഷിൻ്റെ മേത്തേക്കൊക്കെ ഇടിച്ച് കയറി അല്ലെങ്കിൽ ഇങ്ങനെ തള്ളി ഇടിക്കണം, ജസ്റ്റ് ഇങ്ങനെ തള്ളലും ഇങ്ങനെ ഷോൾഡർ വെച്ച് ഇങ്ങനെ പുഷൊക്കെ ചെയ്തിട്ടുള്ള സംസാരങ്ങൾ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവിടെ ആരെങ്കിലും ഒരു ഫിസിക്കൽ അസോൾട്ട് ചെയ്യാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പുള്ളി കുറച്ചും കൂടി ബി പി പ്രഷറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലോ ആക്കി ഒന്നും കൂടി ഒന്നിരുന്ന്
കളിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം പുള്ളിനെ കുറേ പേര് ട്രിഗർ ചെയ്തിട്ട് പുള്ളിയുടെ എന്താ പറയുക മെൻറ്റാലിറ്റി കുറച്ചും കൂടി ഈ അഗ്രസീവായിട്ട് മാറുന്ന രീതിയിൽ എനിക്ക് കാണുന്നുണ്ട്, മനസ്സിലായില്ലേ. പിന്നെ ബാക്കി ടാസ്കുകൾ ഗെയിമിൽ പുള്ളി നല്ലപോലെ പങ്കെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം ആക്റ്റീവാണ്. ഈ ഒരു സംഭവമുണ്ട്, എനിക്ക് റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളൊരു സംഭവം പുള്ളിയിൽ നിന്ന് പുള്ളിക്കൊരു മെൻറ്റാലിറ്റി ഉണ്ട്. അത് മനസ്സിലാക്കിയ ആ ഗെയിമേഴ്സ് പുള്ളി നല്ലപോലെ ട്രിഗർ ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വന്തം പേഴ്സണാലിറ്റി അവരുടെ ഫ്രണ്ടിൽ പോയിട്ട് കളയാണ്ടിരിക്കും. പിന്നെ ഇത് ഗെയിമാണ്, ഇതിൻ്റെ പുറത്ത് വരുമ്പോഴത്തേക്കും ഈ കാണുന്ന ആൾക്കാർ ഇങ്ങനെ ആയിരിക്കില്ല കിട്ടുന്നത്. ഇവരെല്ലാം നല്ല ഫ്രണ്ട്സായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് ഈ ഗെയിം കഴിയുമ്പോഴത്തേക്കും. അടുത്തത് അനിമൽ. അപ്പോൾ അനിമലിലെ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടറിയാറ് മറ്റേ ഉപ്പും മുളകും എന്നുള്ള ആ ഒരു സീരിയലിലൂടെയാണ് ആദ്യം കാണുന്നത്. പിന്നെ ഈ ഫ്ലവേഴ്സിൻ്റെ ഷോയിലൊക്കെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഉദ്ഘാടനം ചെയ്യുന്നത് പോലും പിന്നെ കുറേ ട്രോൾസും കാര്യങ്ങളൊക്കെ എല്ലാം ഇറങ്ങിയിട്ടാണ് പുള്ളിക്കാരത്തി ആ സെയിം കാണുന്ന പോലെ തന്നെ എങ്ങനെയാണോ അതേപോലെ തന്നെ പുള്ളിക്കാരത്തി നിൽക്കാറുള്ളത്. പിന്നെ ഈ എന്താണ് പുള്ളിക്കാരത്തിന് കുറേ ആൾക്കാർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി ഈസിയാണെന്നുള്ളത് സംഭവം തോന്നിയിട്ടുണ്ട്. കൂടുതലും ഈ അപ്പാനി ശരത്താണെന്നുണ്ടെങ്കിലും അക്ബറാണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരത്തിനോട് കാണിക്കുന്ന ആ ഒരു അടുപ്പവും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തിരിച്ച് പണിയിട്ടുള്ള ചാൻസ് ഉണ്ടാവുമല്ലോ. ഈ അനുമോളിനെ മുതലെടുക്കുന്ന ഒരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. കൂടെ നിർത്തിയിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും പണി കൊടുക്കുക എന്നുള്ള സംഭവമില്ലേ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ അനുമോളാണെന്ന് ഇങ്ങനെ കുറേ ഇങ്ങനെ വിശ്വസിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം പുള്ളിക്കാരത്തി അവിടെ എല്ലാവരെയും ഇങ്ങനെ ഒരു ഗെയിമറായിട്ട് കാണുന്നില്ല. ആ ഒരു മൈൻഡ് മാറിപ്പോയിട്ട് ഇതെൻ്റെ ചേട്ടന്മാർ, ഇതെൻ്റെ ചേച്ചിമാർ, അല്ലെങ്കിൽ ഇതെൻ്റെ അനിയന്മാർ അങ്ങനത്തെ സംഭവത്തിലാണ് ഈ പുള്ളിക്കാരത്തി എല്ലാവരെയും കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര വിഷമിച്ച് കരഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി മാറുമായിരിക്കും. കാരണം എല്ലാവരും ഒരു ഫസ്റ്റ് ടൈമാണ് ഒരു ഗെയിമിലേക്ക് വരുന്നത്. പല ആൾക്കാർക്കും പല പല കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ബാക്കി കാര്യങ്ങളും ടാസ്കിലൊക്കെ അത്യാവശ്യം പുള്ളിക്കാരത്തി നല്ലപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അടുത്തത് നെവിനാണ് എനിക്ക് പിടികിട്ടാത്തൊരു ഒരു വ്യക്തിത്വം. പുള്ളിയും അനീഷും ഒരു ത്രാസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഈക്വലായിട്ടിരിക്കും. കാരണം രണ്ടുപേരുടെയും ക്യാരക്ടർ രസമാണ്, ഒരു ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടർ, നമുക്ക് ചിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അവർ ഇട്ടുതരാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റേ ആ ബാഡ്ജ് കട്ടെടുത്ത ഒരു സംഭവം അത് നല്ല ഭംഗിയായിട്ട് ചെയ്ത് കട്ടിലവിടെ ഇരുന്നിട്ട് പുതപ്പൊക്കെ എടുത്ത് തലയിലിട്ട് പതിയെ താഴ്ത്തിരുന്ന് അത് കട്ടെടുക്കുകയും പിന്നെ ബിഗ് ബോസിൻ്റെ അടുത്ത് പോയിട്ട് പരാതി പറയും. അത് ആ ഫ്ലവർ വേഴ്സിലൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്റ്റോൺ നിൽപ്പില്ല, മറ്റേ ആ സ്റ്റോൺ ഗോൾഡൻ സ്റ്റോൺ റെഡ് സ്റ്റോൺ എന്തോ കട്ടെടുക്കുക അവർക്ക് മനസ്സിലായത് പോലും ഇല്ല, ആരെ എടുക്കുന്നുള്ളത് പോലും മനസ്സിലായിട്ട് അവരുടെ മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, മനസ്സിലായത്. അപ്പോൾ പുള്ളി ഒരു കാര്യം പറയുമ്പോഴത്തേക്കും പുള്ളിയുടെ ഫേസിൽ എന്തെങ്കിലും ഒരു മുഖഭാവം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. സാധാരണ നമ്മളൊരാളിൽ നമ്മളോട് സംസാരിക്കുമ്പോഴത്തേക്കും അവരുടെ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സങ്കടമാണോ ദേഷ്യമാണോ വിഷമമാണോ എന്താണെന്നുള്ളത് നമുക്ക് അവരുടെ ഫേസിൽ മനസ്സിലാവും. പക്ഷേ ഇയാളിങ്ങനെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇയാളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇയാളുടെ ഫേസ് എപ്പോഴും ഒരു സീരിയസ്, ഭയങ്കര സീരിയസ് അല്ല, ഒരു ആവറേജ് ഒരു സീരിയസ് ഫേസ് ആയിരിക്കും ഇയാളുടെ. അപ്പോൾ അങ്ങനത്തെ ഒരു പിടികിട്ടാത്തൊരു ക്യാരക്ടറാണ് ഇതുവരെ. പിന്നെ പുള്ളിനെ അങ്ങോട്ട് പോയിട്ട് ട്രിഗർ ചെയ്തിട്ടുണ്ടെങ്കിലും പുള്ളിക്ക് അങ്ങനെ അധികം വലിയൊരു ഇതായിട്ട് തോന്നാറില്ല. പുള്ളി ഗെയിമിൻ്റെ ഇതായിട്ട് തന്നെ കാണാറുണ്ട്. പുള്ളി കുറേ പേരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പോലൊരു സംഭവങ്ങൾ തോന്നിയിട്ടുണ്ട്. മൈൻഡ് ഗെയിം കളിച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംഭവം എനിക്ക് തോന്നിയിട്ടുണ്ട്. പുള്ളിയും ഒരു ടോപ്പ് 5 വരാനായിട്ട് നല്ല ഒരു ഇത് കാണുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ദിവസങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും എല്ലാവരുടെയും എനർജിയും സംഭവങ്ങളൊക്കെ പോകും. അപ്പോഴും പിടിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു ഷോയുടെ വിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് റിന ഫാത്തിമ. അപ്പോൾ റിന ഫാത്തിമയും എനിക്ക് അവിടെ വന്നപ്പോഴത്തേക്കും എന്തിനാണ് വന്നത് എന്നുള്ളൊരു സംഭവം തോന്നിയിട്ടുണ്ട്. പുള്ളിക്കാരുടെ പാർട്ടിസിപ്പേഷൻ നല്ലപോലെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഈ പുള്ളിക്കാരത്ത് ഈ യൂട്യൂബ് ഇൻഫ്ലുവൻസർ ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഞാനധികം വീഡിയോസ് അങ്ങനെ കണ്ടിട്ടില്ല. ഏത് ടൈപ്പ് കോണ്ടൻ്റാണ് പുള്ളിക്കാരത്തി എടുത്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ യൂട്യൂബിൽ ചെയ്യുന്ന സെയിം സംഭവങ്ങൾ തന്നെ അവിടെ ബിഗ് ബോസിൽ വന്നിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ഉള്ള പോലെ, അല്ലെങ്കിൽ യൂട്യൂബാണ് ബിഗ് ബോസ് എന്ന് ചെയ്യുന്നത് പോലെയുള്ളൊരു സംഭവം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ആൾക്കാരെ പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു കോമഡി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴക്ക് ഉണ്ടാക്കി മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ പണ്ട് പഴയ എപ്പിസോഡൊക്കെ കണ്ട് പഠിച്ച് വന്നിട്ട് ചെയ്യൂലേ, അങ്ങനെ പഠിച്ച് വന്നിട്ട് ചെയ്തിട്ട് പാളിപ്പോകുന്ന ഒരു ഗെയിമറായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പുള്ളിക്കാരത്തി പൊട്ടൻഷ്യലുള്ളതാണ്. കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് മനസ്സിലായില്ലേ, പുറത്ത് ചെല്ലുമ്പോഴത്തേക്കാണ് ആൾക്കാർ നമ്മളെങ്ങനെയാണ് കാണുന്നത് എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി മനസ്സിലാക്കി കളിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് ദിവസങ്ങളിൽ നിന്ന് പോകാം. ബാക്കി പുള്ളിക്കാരത്തിലെ ബാക്കിയുള്ള ഗെയിം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം.
അപ്പം അത്രയും മാത്രമേ പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് വീക്കിലി അനാലിസിസ് ആണ്. ഡെയിലി എപ്പിസോഡ് നോക്കിയിട്ട് ഇടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഒട്ടും പറ്റുന്നില്ല, വർക്കുണ്ട്, പിന്നെ വേറെയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഡെയിലി ഇടാൻ പറ്റുമെങ്കിൽ സമയം കിട്ടുവാണെങ്കിൽ ഞാൻ ഇടാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഇതേപോലെ ആ ഒരു വീക്കിലി അനാലിസിസ് ആയിട്ട് ഞാൻ വരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.